ഇവിടെ സാമ്പത്തിക മേഖല മൊത്തം തകർന്നു. 7 മാർക്ക് കൊടുക്കും. 10 ഒരു 8 0 മാർക്ക് മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഭരിക്കാൻ കഴിവില്ലെങ്കിൽ നമ്മൾ മാറിക്കളയണം. 7% കൊടുക്കും. BJPയും കട്ടാക്കി പിടിക്കും, കോൺഗ്രസും കട്ടാക്കി പിടിക്കും. യാതെല്ലാം കുഴിയിൽ തള്ളിയിടാൻ പറ്റുമോ ആ രീതിയിൽ തള്ളിയിടാൻ. 8 അല്ലെങ്കിൽ 9 ഉറപ്പായിട്ടും കൊടുക്കാം. 10 എത്ര? രാഷ്ട്രീയ ജാതി സമവാക്യങ്ങൾക്ക് പേരുകേട്ട മണ്ഡലമാണ് തിരുവനന്തപുരം. വികസനവും വിയോജിപ്പും സമരങ്ങളും നിലനിൽക്കുന്ന തിരുവനന്തപുരത്ത് ആരൊക്കെ എന്തൊക്കെ ചർച്ചയാകും എന്നുള്ളതാണ് പ്രധാനം. നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കിൽ ഇടതിന് വ്യക്തമായ ആധിപത്യമുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഈ കഴിഞ്ഞ നാളുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ വ്യക്തമായ ആധിപത്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. BJPയുടെ സാന്നിധ്യം കൂടിയാകുന്നതോടെ ശക്തമായ ത്രികോണ മത്സരം കാണുക തന്നെ ചെയ്യും. ഒരിക്കൽ കൂടി ശക്തമായ ത്രികോണ മത്സരത്തിന് കാതോർക്കുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. ഇടത് വലത് മുന്നണികൾക്കും BJPക്കും ശക്തമായ സ്വാധീനമുള്ള മണ്ഡലം. കഴിഞ്ഞ 3 തവണയായി കോൺഗ്രസിനോടൊപ്പം നിൽക്കുകയാണ് തിരുവനന്തപുരം. അപ്പോഴും BJPയെ പൂർണ്ണമായും തള്ളിയില്ല. 2014-ലും 2019-ലും 2ാം സ്ഥാനത്തായിരുന്നു BJP. ഇടത് സ്വതന്ത്രരെ ആവശ്യത്തിലേറെ വാഴിച്ച തിരുവനന്തപുരത്തുകാർ പക്ഷേ കഴിഞ്ഞ കുറച്ചു നാളുകളായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതിനോട് അകൽച്ച കാട്ടുന്നുണ്ട്. ഫലം കഴിഞ്ഞ 2 തവണയും ഇടത് സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്ത്. ആയിരത്തി 1952-ൽ തുടങ്ങുന്നതാണ് തിരുവനന്തപുരത്തിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ചരിത്രം. ആനി മസ്കരൻ തുടർച്ചയായി ജയിച്ചു കയറി. പട്ടം താണുപിള്ളയെ തോൽപ്പിച്ച് ഈശ്വരയ്യർ ചരിത്രം കുറിച്ചതും തിരുവനന്തപുരത്താണ്. ഇടയ്ക്ക് കോൺഗ്രസിനെയും സ്വീകരിച്ചു തിരുവനന്തപുരത്തുകാർ. പക്ഷേ ഇന്ദിരാ തരംഗം ആഞ്ഞടിച്ച 1971-ൽ തിരുവനന്തപുരം VK കൃഷ്ണമേനോനെയാണ് വിജയിപ്പിച്ചത്. ഇടക്കൊന്ന് കൈവിട്ടുപോയ സീറ്റ് 2004-ലാണ് LDF തിരിച്ചുപിടിച്ചത്. അതും PK വാസുദേവൻ നായരിലൂടെ. VS ശിവകുമാറിനെ തോൽപ്പിച്ചായിരുന്നു PKVയുടെ വിജയം. 2005-ൽ PKVയുടെ മരണത്തെ തുടർന്ന് പന്ന്യൻ രവീന്ദ്രൻ സ്ഥാനാർത്ഥിയായി. പന്ന്യനിലൂടെ LDF മണ്ഡലം നിലനിർത്തി. ഇതിനിടയിലും BJP തങ്ങളുടെ വോട്ട് ഉയർത്തിക്കൊണ്ടിരുന്നു. 99-ലും 2004-ലും BJP O രാജഗോപാലിന്റെ ശക്തമായ സാന്നിധ്യമായി. 12% വോട്ട് ശതമാനത്തിൽ നിന്ന് 2004 29%-ലേക്ക് BJPയുടെ വോട്ടെത്തിക്കാൻ O രാജഗോപാലിന് കഴിഞ്ഞു. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ O രാജഗോപാലിന് പകരം CK പത്മനാഭനെത്തി. വോട്ട് ശതമാനത്തിൽ 25%-ന്റെ കുറവ്. 2009 എത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായും മാറി. പന്ന്യന്റെ സ്ഥാനത്ത് P രാമചന്ദ്രൻ നായരും ശിവകുമാറിന് പകരം ശശി തരൂരുമെത്തി. BJP സ്ഥാനാർത്ഥിയായി PK കൃഷ്ണദാസും. സ്ഥാനാർത്ഥികൾ മാറിയതോടെ തിരുവനന്തപുരത്തിന്റെ മനസ്സിലുണ്ടായ മാറ്റം കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. 99,998 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശശി തരൂർ മണ്ഡലം തിരിച്ചുപിടിച്ചു. 1980-ന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം. 2005-ൽ 51% വോട്ട് നേടിയ CPI അക്കൗണ്ടിൽ 20% വോട്ടിന്റെ കുറവ്. 2014-ലും 2019-ലും CPIയുടെ നില കൂടുതൽ പരുങ്ങലിൽ. 2014-ൽ ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങി. നിലവിലെ MP ശശി തരൂരും BJPക്ക് വേണ്ടി O രാജഗോപാലും CPIക്ക് വേണ്ടി ബെന്നറ്റ് എബ്രഹാമും കളത്തിൽ. ഒടുവിൽ ഫലം പുറത്തു വന്നപ്പോൾ 15,470 വോട്ടുകൾക്ക് തരൂർ ലോക്സഭയിലേക്ക്. നഷ്ടപ്പെട്ട പ്രതാപം BJP തിരികെ പിടിച്ചപ്പോൾ CPI വീണ്ടും 3ാം സ്ഥാനത്ത്. പേയ്മെന്റ് സീറ്റ് വിവാദം ഉയർന്നത് തെരഞ്ഞെടുപ്പിൽ CPIക്ക് തിരിച്ചടിയായി. BJP ആവട്ടെ O രാജഗോപാലിലൂടെ നഷ്ടപ്പെട്ട വോട്ടുകൾ പൂർണ്ണമായും തിരിച്ചുപിടിച്ചു. 2ാം സ്ഥാനത്തെത്തിയ BJPയുടെ പ്രകടനം ഏവരെയും ഞെട്ടിച്ചു. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം ഇങ്ങനെ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്തെത്തി. പാറശാല, കോവളം, നെയ്യാറ്റിങ്കര എന്നിവയാണ് കോൺഗ്രസിന് മേൽക്കൈ നൽകിയത്. ഇതിൽ തന്നെ കോവളത്തെയും നെയ്യാറ്റിങ്കരയിലെയും വോട്ട് വ്യത്യാസം തരൂരിന് തുണയായി. 7 മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും ഇടതുപക്ഷത്തിന് മേൽക്കൈ നേടാനായില്ല. 2019-ലും കാറ്റ് വലതുപക്ഷത്തേക്ക്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ തന്നെ. മറുവശത്ത് BJPക്ക് വേണ്ടി മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരനും CPIക്ക് വേണ്ടി C ദിവാകരനും പോരാട്ടത്തിനിറങ്ങി. ഇടതുവിരുദ്ധ വികാരവും രാഹുൽ ഗാന്ധി എഫക്റ്റുമെല്ലാം ചേർന്നപ്പോൾ തരൂരിന്റെ ഭൂരിപക്ഷം 1 ലക്ഷത്തിനടുത്തെത്തി. ഇടതുപക്ഷ സ്ഥാനാർത്ഥി പഴയതുപോലെ തന്നെ 3ാം സ്ഥാനത്ത്. നിയമമൊഴികെയുള്ള 6 മണ്ഡലങ്ങളിലും ശശി തരൂരിന് ഭൂരിപക്ഷം. ഹാട്രിക് വിജയവുമായി തരൂർ ലോക്സഭയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തെ തുണക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ
കോൺഗ്രസിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന പ്രത്യേകതയിലേക്ക് തിരുവനന്തപുരം മണ്ഡലം പിന്നീട് മാറി. കഴിഞ്ഞ കുറേ കാലങ്ങളായി തലസ്ഥാന നഗരി കാത്തുവച്ചിരിക്കുന്ന രഹസ്യം അതുതന്നെയാണ്. നിലവിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 ഇപ്പോൾ LDF-നാണ് മേൽക്കൈ. CPM-ന്റെ MLA-മാർ ആധിപത്യം പിടിച്ചിരിക്കുന്ന ജില്ല. കോവളത്ത് M. വിൻസെന്റ് വിജയിച്ചൊഴിച്ചാൽ മറ്റ് 6 ഇടത് മേൽക്കൈ. ലോക്സഭാ കണക്കുകളിലെ ആനുകൂല്യം കോൺഗ്രസിന് അനുകൂലമാണെങ്കിലും നിലവിലെ രാഷ്ട്രീയ ചായ്വ് അത്ര ശുഭസൂചകമല്ല. പക്ഷേ സംസ്ഥാന സർക്കാരിനെതിരായ വികാരവും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളിലെ വിയോജിപ്പും ചേരുമ്പോൾ തുടർച്ചയായ 4ാം വിജയം കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. ഈ മണ്ഡലത്തിൽ 15 വർഷം സേവനം ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രതീക്ഷ ജനങ്ങൾക്കറിയാം ഏതൊക്കെ വ്യത്യാസങ്ങൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 40 വർഷമായി തടസ്സപ്പെട്ട നാഷണൽ ഹൈവേ ബൈപ്പാസ് മുതൽക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രിയും മെൻ്റൽ ഹെൽത്ത് സെൻ്ററിൻ്റെ സഹായങ്ങളും ഓരോരോ കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്, ചെറുതിലും വലുതിലും. ആദ്യത്തെ ഹൈമാസ് ലൈറ്റുകൾ കൊണ്ടുവന്നും കൂടി ഞാൻ തന്നെയായിരുന്നു MP ഫണ്ട് വഴിക്ക്. അപ്പോൾ പല ചെറിയ വികസനങ്ങളും വലിയ വികസനം വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ സഹായിക്കാൻ ഞാനും എൻ്റെ ഓഫീസും എപ്പോഴും നിന്നിട്ടുണ്ട്. കോവിഡ് സമയത്ത് അതിൻ്റെ നിരവധി തെളിവുണ്ട്. കോവിഡിൽ ആദ്യം തന്നെ സഹായം എത്തിച്ചത് കേരളത്തിൽ എവിടെയും ഞാൻ തന്നെ ആയിരുന്നു, തിരുവനന്തപുരത്തിൽ. അതുപോലെ തന്നെ ചില കേസുകൾ മറ്റേ ഭാഗത്തും കൂടി ആൾക്കാർ എന്നെ അന്വേഷിച്ച് ഞാൻ അവരെ സഹായിക്കാൻ സാധിച്ചു. പിന്നെ നമ്മളുടെ ഇവിടുന്ന് പോയി ഓരോരോ രാജ്യത്തിൽ പെട്ടുപോയ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഇറാൻ വരെ പെട്ടിട്ടുണ്ട്. അവരെല്ലാവരെയും സംരക്ഷിച്ച് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളിലെല്ലാത്തിലും ഞാൻ ഇടപെട്ടു. കോവിഡ് സമയത്ത് തന്നെ ജനങ്ങൾക്ക് അറിഞ്ഞു ഒരുമാതിരി സ്വാധീനമുള്ളൊരു പ്രതിനിധി അവർക്കുണ്ട്, ഹൃദയമുണ്ട്. അതുകൊണ്ട് അവർ ആവശ്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും നിൽക്കും. ഇതെല്ലാം കണ്ടിട്ടാണ് ഞാൻ ആരുടെ എതിര് സംസാരിക്കാൻ, ഞാൻ ഈ 15 വർഷം രാഷ്ട്രീയത്തിൽ ഒരു മനുഷ്യനെ ആക്ഷേപിച്ചിട്ടില്ല. ആര് എൻ്റെ എതിര് നിന്നാലും അതല്ല പ്രശ്നം, ഞാൻ അവരെ താത്തിയിട്ടല്ല സംസാരിക്കണം. എൻ്റെ പ്രവർത്തനം, എൻ്റെ സേവനം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇനിയും ആവശ്യമുണ്ടോയെന്നുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ് ഈ 5 വർഷങ്ങളിൽ സേവനം ചെയ്യാൻ. അതാണ് എൻ്റെ മെസ്സേജ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ നിർണായക സ്വാധീനമാണ് മത്സ്യത്തൊഴിലാളികൾ. ഇനിയും പരിഹരിക്കപ്പെടാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക്. വിഴിഞ്ഞം വന്നെങ്കിലും അവരുടെ വികസന കാഴ്ചപ്പാടുകളിലേക്ക് കാര്യമായ വെളിച്ചം ഇപ്പോഴും എത്തിയിട്ടില്ല. കോവളം ഉൾപ്പെടെയുള്ള തീരദേശ മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെ മണ്ഡലത്തിൽ ചർച്ചയാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ പുനരധിവാസ പാക്കേജുകൾ ഏതു തരത്തിൽ ഗുണം ചെയ്തു എന്നുള്ളതിന്റെ വിലയിരുത്തൽ കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ്. വിഴിഞ്ഞം തുറമുഖത്തിലെ അനുബന്ധ ജോലികളിൽ പ്രദേശവാസികൾക്ക് കൂടുതൽ പരിഗണന നൽകുമെന്നാണ് സർക്കാരിന്റെ ഉറപ്പ്. വിഴിഞ്ഞം അത് കമ്മീഷൻ ചെയ്യുന്നതോടുകൂടി ഈ പരാതികൾക്കെല്ലാം പരിഹാരമുണ്ടാവും. 10,000-കണക്കിന് ആളുകൾക്ക് അവിടെ ജോലി കിട്ടും. പ്രത്യേകിച്ചും നേറ്റീവ്സിന് ഒരു റിസർവേഷനുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അവരുടെ പരാതികൾ പരിഹരിക്കപ്പെടും. മറ്റൊന്ന്, മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ആ ഫ്ലാറ്റിൻ്റെ പണി നമ്മൾ ഈ വർഷം തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. അവിടെ ആളുകളെ മുഴുവൻ ഫ്ലാറ്റിലേക്ക് മാറ്റി താമസിപ്പിക്കപ്പെടാൻ നമുക്ക് സാധിക്കും. അത് സമയബന്ധിതമായി ഇപ്പോൾ പണി പൂർത്തീകരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഫിഷറീസ് വകുപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ പുനരധിവാസം വരുന്നതോടുകൂടി മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് വിവിധ ജോലികൾ പോർട്ടുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ തദ്ദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കഴിയും. എന്നാൽ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലിയല്ല തങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ള ആക്ഷേപം പ്രദേശവാസികൾക്കുണ്ട്. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല, ഒരു വലിയൊരു കമ്പനി നന്നായാൽ മതി എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഉള്ള മത്സ്യസമ്പത്ത് പോലും നമുക്കില്ല. ഈ ഒരു ഇത് വന്നതുകൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്താണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നത്, അല്ലാതെ മത്സ്യത്തൊഴിലാളികൾക്കൊന്നും ചെയ്യില്ല. തീർച്ചയായിട്ടും ചർച്ചയാക്കണമല്ലോ. കാരണം ഒരു പ്രദേശവാസികളായ ഞങ്ങൾക്ക് ഒരു മുൻഗണനയില്ല, നമുക്കൊരു പ്രയോജനമില്ല. ഈ പുരോഗമനം എന്ന പേരിൽ ഒരു കമ്പനി മാത്രം വളർത്തിയെടുക്കുക എന്നതല്ലേ ഇപ്പോൾ നടക്കുന്നത്. അല്ലാതെ മത്സ്യത്തൊഴിലാളികൾക്ക് പറയുന്നുണ്ട് ഇത്ര ശതമാനം മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാമെന്ന്. എന്ത് ജോലിയാണ്? തൂപ്പ് ജോലി, കല്ല് പിറക്കൽ ജോലി, ആ ഒരു കാറ്റഗറിയല്ലേ കൊടുക്കുന്നത്. അല്ലാതെ ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഇവിടെ ഉള്ളതിൽ 100-ൽ 35% ഗൾഫ് രാജ്യങ്ങളിൽ പോയി എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണ്. അവർക്ക് സൂപ്പർവൈസിങ് അല്ലെങ്കിൽ ഒരു ഫോർമാൻ കാറ്റഗറിയിൽ പണി ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആ ലെവലിലുള്ള പണിയൊന്നും ഇവിടെ തരുന്നില്ല. സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ പറ്റാത്ത MP-യാണ് ശശി തരൂർ എന്ന വാദമാണ് ഇടതുപക്ഷവും BJPയും മുന്നോട്ട് വയ്ക്കുന്നത്. മണ്ഡലത്തിലെ ഒരു വിഷയത്തിലും MP എന്ന നിലയിൽ തരൂരിന്റെ സാന്നിധ്യമില്ലെന്ന് ഇടതുപക്ഷം ആരോപിക്കുന്നു.
തിരുവനന്തപുരം മണ്ഡലം കഴിഞ്ഞ 2 പ്രാവശ്യം നമ്മൾ തോൽക്കുന്നൊരു സാഹചര്യം വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോവളം നിയമസഭാ മണ്ഡലം ഒഴികെയുള്ള 6 നിയമസഭാ മണ്ഡലങ്ങളും നമുക്ക് ഭൂരിപക്ഷം ഉണ്ടായി. ശശി തരൂർ കഴിഞ്ഞ തവണ വിജയിക്കുമ്പോഴും പാറശാലയും നെയ്യാറ്റിൻകരയും ഞങ്ങൾ ചെറിയ ഒരു ലീഡ് നിലനിർത്തിയിരുന്നു. ഒരു തികഞ്ഞ ആത്മവിശ്വാസം ഇപ്രാവശ്യം എൽ ഡി എഫിനുണ്ട്. ശശി തരൂർ എന്ന MP ഈ 15 വർഷക്കാലത്തിനിടയിൽ തിരുവനന്തപുരത്ത് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് വന്നിട്ടില്ല. തിരുവനന്തപുരം എയർപോർട്ട് അദാനിക്ക് കൊടുക്കുമ്പോൾ അത് ശരിയാണ്, അദാനിക്ക് കൊടുക്കണം. സംസ്ഥാന ഗവൺമെൻറ് കോടതിയിലടക്കം പോയ സാഹചര്യത്തിലും കോൺഗ്രസ്സിലെ ഒരു വിഭാഗം അദാനിക്ക് അത് കൊടുക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചപ്പോഴും കർശനമായി ഒരു കോർപ്പറേറ്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് നിന്ന ആളാണ് അദ്ദേഹം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ് നമ്മളോടെടുക്കുന്ന സമീപനമാണ് നമ്മൾ പ്രധാനമായിട്ട് ഉന്നയിക്കാൻ വേണ്ടി പോകുന്നത്. കേന്ദ്ര പദ്ധതികൾ മാത്രമാണ് മണ്ഡലത്തിൽ MP-ക്ക് ഉയർത്തിക്കാണിക്കാനുള്ളൂവെന്നാണ് BJP-യുടെ കുറ്റപ്പെടുത്തൽ. അതുകൊണ്ട് തന്നെ ഇത്തവണ മാറ്റമുണ്ടാകുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് 2014 തിരുവനന്തപുരത്ത് BJP പരാജയപ്പെട്ടത്. സാഹചര്യം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കടലോര മേഖലയിൽ ഉൾപ്പെടെ വളരെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ 29 രൂപയ്ക്കുള്ള ഭാരത് റൈസ് വന്ന അവസാനത്തെ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയായാൽ പോലും അതിന് തൊട്ടുമുമ്പുള്ള കിസാൻ സമ്മാൻ നിധി അടക്കമുള്ള പദ്ധതികളൊക്കെ തന്നെ ആയിരക്കണക്കിന് ജനങ്ങൾ എത്തിയിട്ടുണ്ട്. അഴിമതിയില്ലാത്ത ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കാൻ എല്ലാവരും തയ്യാറാണ്. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് വരാനുള്ള വഴി പോലും അറിയില്ലാത്തൊരു MP തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ ഒരു സഹായിയുടെ ഒപ്പമല്ലാതെ തിരുവനന്തപുരം പാർലമെൻറ്റിൽ യാത്ര ചെയ്യാൻ അറിയാത്ത MP-യാണ് ശശി തരൂർ എന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം ഹാജരാക്കണം. എന്നിട്ട് ഇവിടെ നമ്മുടെ നാട് ദുരന്തങ്ങളും ദുരിതങ്ങളിലും പെട്ടപ്പോഴേക്കും ശശി തരൂർ എവിടെയായിരുന്നു എന്നുള്ളൊരു ചർച്ച വേണം. ഓഖിയും കോവിഡും വന്ന സമയത്ത് എത്ര ദിവസം അദ്ദേഹം ഇന്ത്യയിലുണ്ടായിരുന്നു, എത്ര ദിവസം അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായിരുന്നു, കഴിഞ്ഞ 10 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ടൂർ പ്ലാൻ പറയണം. ഏതു തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ട് ഏത് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളാണ് തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം എത്തിച്ചുള്ള കേന്ദ്ര പദ്ധതികൾ മാത്രമാണ് മണ്ഡലത്തിൽ MP-ക്ക് ഉയർത്തിക്കാണിക്കാനുള്ളതെന്ന് BJP കുറ്റപ്പെടുത്തുന്നു. അതേസമയം CPM-നും BJP-ക്കും കൃത്യമായ മറുപടിയുണ്ട് സിറ്റിംഗ് MP കൂടിയായ ശശി തരൂരിന്. ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യസമയത്ത് പാർലമെന്റിൽ ഉന്നയിച്ച് പരിഹാരമുണ്ടാക്കുകയാണ് തന്റെ ചുമതലയെന്ന് അദ്ദേഹം പറഞ്ഞു. സാധാരണ ജനവിഭാഗങ്ങൾക്ക് ഗുണകരമാകുന്ന നിരവധി പദ്ധതികൾ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും MP അവകാശപ്പെടുന്നു. ഒരു MP-യെ തിരഞ്ഞെടുക്കുന്നത് MLA-ൻ്റെ ജോലി പോലെ ഒരു കൗൺസിലറിൻ്റെ ജോലി പോലെയല്ല. MP-യുടെ ജോലി ഡൽഹി പോയി പാർലമെൻറ്റിൽ സംസാരിക്കാൻ, ഈ നാടിൻ്റെ ആവശ്യങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാൻ. ഒരു ഉദാഹരണമാണ് മത്സ്യത്തൊഴിലാളി മേഖലയിലത്തെ ഓരോരോ വിഷയങ്ങൾ, കടലാക്രമണം മുതൽ അവരുടെ സൈക്ലോൺ ഓഖിയിലെ ദുരന്തം, അവരുടെ ഫ്ലഡിൻ്റെ പ്രശ്നം, അവരുടെ സേവനം, അവരുടെ കഷ്ടകാലങ്ങൾ, ഇതിനൊക്കെ വേണ്ടി സംസാരിക്കാൻ ഞാനായിരുന്നു പ്രധാനപ്പെട്ട സ്വരം പാർലമെൻറ്റിനകത്ത്. 10-20 പ്രാവശ്യം ഞാൻ എല്ലാറ്റിലും ഐ ഗിവ് മൈ ബെസ്റ്റ്. എൻ്റെ എല്ലാം വെച്ച് ഹൃദയം നിറഞ്ഞ ആത്മാർത്ഥതയുടെ ശ്രമത്തിലാണ് ഞാൻ ഇറങ്ങിയത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും MP-യുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ജനങ്ങൾക്കും ചിലത് പറയാനുണ്ട്. ഇവിടെ സാമ്പത്തിക മേഖല മൊത്തം തകർന്നു, കാർഷിക മേഖല മൊത്തം തകർന്നു, ചെറുകിട മേഖല, വ്യാപാര മേഖല മൊത്തം തകർന്നു. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയങ്ങളൊന്നും കേരളത്തിൽ നടപ്പ് വരുത്തുന്നില്ല. എപ്പോഴും കേന്ദ്രത്തിനെ കുറ്റം പറയുന്ന ഒരു പ്രവണതയാണ് നമുക്ക് എൻ്റെ ഈ അറിവിൽ കാണാൻ കഴിയുന്നത്. 7 മാർക്ക് കൊടുക്കും. ഒരു ബിസിനസ് മേഖലയിലാണ് ഇരിക്കുന്നത് ഞാൻ. അപ്പോൾ ആ ബിസിനസ് കുറച്ചും കൂടെ ഡെവലപ്പ് ആവാൻ വേണ്ടി കുറച്ചും കൂടെ പെർഫെക്റ്റായിട്ട് നമ്മളെ ഒന്ന് സഹായിക്കണം. പിന്നെ റോഡ് വികസനം അതിപ്പം തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ കളീക്കള ആ റോഡ് വികസനം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. 10-ൽ ഒരു 8. 10-ൽ MP-യുടെ പ്രവർത്തനം അനുസരിച്ച് 0 മാർക്ക് മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജനങ്ങളെ ഒരുപാട് മോഹം കൊടുത്തിട്ട് വഞ്ചിക്കുന്ന ഒരു സാഹചര്യമാണ് ശശി തരൂരിൽ നിന്നുണ്ടായത്. അദ്ദേഹം MP ആയ സമയത്ത് അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം നഗരത്തെ ബാഴ്സലോണ നഗരത്തിന് തുല്യമാക്കും എന്ന ഒരു മോഹന വാഗ്ദാനം നൽകി. പക്ഷേ ഇന്നും മാനത്ത് മഴ കറുത്ത് കഴിഞ്ഞാൽ നഗരം വെള്ളത്തിൽ മുങ്ങുന്ന ഒരു ശോചനീയമായ ഒരു കാഴ്ച, ജനങ്ങളെ യാത്രാ ദുരിതത്തിൽ അകപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കും. ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്ത് പുനഃസ്ഥാപിക്കാമെന്ന് വാഗ്ദാനം നൽകി വന്ന ഒരു MP-യാണ്
ശ്രീ ശശി തരൂരും. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഇത്രയധികം ഈ ഹൈക്കോടതി ബെഞ്ച് വേണമെന്നുള്ള ജനാഭിലാഷം ഉണ്ടായിട്ടും അത് സാക്ഷാത്കരിക്കാനോ അതിനുവേണ്ടി മുൻകൈ എടുക്കാനോ അത് ഫോളോ ചെയ്യാനോ ഒന്നും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. എംപിക്ക് 10 മാർക്ക് ഇടാൻ പറഞ്ഞാൽ നമ്മൾ ഒരു 8 മാർക്ക് കൊടുക്കും. അയാൾക്ക് വോട്ട് കിട്ടും. കാരണം ഇപ്പോൾ എങ്ങനെയെന്നറിയാം, ഈ BJP ആയിരിക്കട്ടെ കമ്മ്യൂണിസ്റ്റിനായിരിക്കട്ടെ, കമ്മ്യൂണിസ്റ്റിനെ ഭരിക്കുന്ന അവർ തന്നെ പക്കറ്റ് കൊണ്ട് കിടക്കുന്നു. ഇവർ ആൾ മരിക്കുന്ന സാധനത്തിന് വരെ വില കൂട്ടണം, എല്ലാത്തിനും ഒരു നിയന്ത്രണം ഇല്ലാതെ പോകണം. അപ്പം നമുക്ക് ഭരിക്കാൻ കഴിവില്ലെങ്കിൽ നമ്മൾ മാറിക്കളയണം. ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഇതിനു വേണ്ടി ബില്ല് വിളിക്കാൻ പോകില്ല, അത് അവരുടെ പണ്ടേ ഉള്ള ഒരു സ്വഭാവമാണ്. നീ എങ്ങനെയെങ്കിലും ഭരിക്ക്, എങ്ങനെയെങ്കിലും എടു. ഇപ്പോൾ ലക്ഷക്കണക്ക് BJP ഭരിച്ച് ലക്ഷക്കണക്ക് കർഷക തൊഴിലാളിയെല്ലാം കൊന്നൊതുക്കിയിട്ട് ഇപ്പോൾ ഇലക്ഷൻ എടുത്തപ്പോൾ എന്ത് ചെയ്യാണ്? ഞാൻ നിങ്ങൾക്ക് ഇന്ന കർഷക തൊഴിലാളിക്ക് ഇത്ര ലക്ഷം രൂപ സഹായം ചെയ്യാം. ഇപ്പോൾ ഇലക്ഷൻ എടുക്കുമ്പോഴുള്ള വാർത്താനമില്ലേ? 7% കൊടുക്കും. BJPയും കട്ടാക്കി പിടിക്കും, കോൺഗ്രസും കട്ടാക്കി പിടിക്കും. എന്തായാലും CPM-ന് കിട്ടൂല, ഉറപ്പായി. കൺഫേം പറയുകയാണെങ്കിൽ പിന്നെ മറ്റുള്ളവരെല്ലാം കൂടെ ചേർന്ന് അടിക്കുമ്പോൾ ഇരിക്കും വോട്ട്. 44 വർഷമാണ് സ്വാസ്ഥ്യ ചാനലിൽ ഞാൻ ഓടാൻ തുടങ്ങി. 44 വർഷമാണ്. അന്ന് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരുപാട് രാഷ്ട്രീയക്കാർ മാറിയും തിരിഞ്ഞും വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം വന്നിട്ട് ഞങ്ങളെ യാതെല്ലാം കുഴിയിൽ തള്ളിയിടാൻ പറ്റുമോ ആ രീതിയിൽ തള്ളിയിടുകയാണ്. 10-ൽ 8 മാർക്ക് കൊടുക്കാം. കാരണം അത് 8-ന് ഉള്ള യോഗ്യതയില്ല. എങ്കിലും ഞാൻ 8 മാർക്ക് കൊടുക്കുന്നത് ഞാൻ അതിൽ പെട്ടവനായ എൻ്റെ പേരിൽ. എംപിയുടെ വളരെ മികച്ച പ്രവർത്തനമല്ലേ. പുള്ളി അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ലേ. നല്ല രീതിയിൽ പുള്ളിയെക്കാളും ഒരു യോഗ്യൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ട്രിവാൻഡ്രത്തേക്ക്. 10-ൽ ഒരു 8 അല്ലെങ്കിൽ 9 ഉറപ്പായിട്ടും കൊടുക്കാം. 3 മുന്നണികളും തങ്ങളുടെ വോട്ടുകൾ പൂർണ്ണമായി പോക്കറ്റിലാക്കിയാൽ നിഷ്പക്ഷ വോട്ടുകൾ മണ്ഡലത്തിലെ ജയപരാജയം നിർണ്ണയിക്കും. UDF-ന് അനുകൂലമായ തരംഗം മണ്ഡലത്തിലുണ്ടെന്നാണ് നേതാക്കൾ അവകാശപ്പെടുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ എനിക്ക് തോന്നുന്നത് തരൂർ ഇതിന് മുൻപ് നേടിയ 3 ഭൂരിപക്ഷത്തെക്കാളും വലിയ ഭൂരിപക്ഷം തരൂർ നേടും എന്നാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം കേന്ദ്രം ആര് ഭരിക്കണം എന്നുള്ളതാണ്. ആ ഭരണം BJP-യിൽ നിന്നും മാറ്റി BJP ഇതര മതേതര സഖ്യങ്ങൾക്ക് കൊടുക്കണമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. രണ്ടാമത്തത് കേരള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ്. അത് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുക. കോൺഗ്രസിന് വേണ്ടി സിറ്റിംഗ് MP ശശി തരൂരും ഇടതുപക്ഷത്തിന് വേണ്ടി പന്ന്യൻ രവീന്ദ്രനും BJP-ക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖറുമാണ് കളത്തിലിറങ്ങുന്നത്. 10-ൽ എത്ര?